തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോഗ്യത്തെക്കുറിച്ച് അധിക്ഷേപ പരാമർശവുമായി എടപ്പാടി പളനിസ്വാമി. താൻ കൈ ഉയർത്തിയാൽ വിരലുകൾ വിറക്കില്ലെന്നും ചിലരുടെ വിരലുകൾ വിറയ്ക്കുമെന്നും EPS പറഞ്ഞു. എടപ്പാടിയുടെ മുട്ടിന് നല്ല ബലമുണ്ടെന്നാണ് ഉദയനിധി സ്റ്റാലിന്റെ പരിഹാസം. എടപ്പാടി പളനിസ്വാമി ശശികലയുടെ കാലിൽ വീണ് വണങ്ങിയത് ഓർമ്മിപ്പിച്ചാണ് ഉദയനിധിയുടെ പ്രതികരണം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. റഹീസ്, രാഷ്ട്രീയ വാക്പോരുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത് കുറച്ച് ഒരാളുടെ ആരോഗ്യത്തെയൊക്കെ എടുത്തു പറയുന്ന മോശപ്പെട്ട രീതിയിലുള്ള നല്ല ട്രെൻഡ് അല്ല മുഹമ്മദ് റഹീസ്. കാശ്മീർ ഒരിക്കലും നല്ല ട്രെൻഡ് അല്ല. പക്ഷേ ഇതിന് തുടക്കം കുറിച്ചത് ഉദയനിധി സ്റ്റാലിനാണ്. അതായത് ഈ EPSന്റെ തമിഴ്നാട് പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്ക് ഒരു ആംബുലൻസ് വരികയും ഈ ആംബുലൻസ് AIADMK പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആംബുലൻസിനകത്ത് ഗർഭിണിയായിട്ടുള്ള ഒരു നഴ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം വലിയ വിവാദമായതിനു പിന്നാലെ ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തി. അതായത് EPS എപ്പോഴും ആരോഗ്യവാനായിരിക്കണം, EPS ആരോഗ്യവാനായി AIADMK നയിക്കുന്നതാണ് DMKക്ക് നല്ലത് എന്നുള്ള തരത്തിൽ. അതായത് EPS ആംബുലൻസിനൊക്കെ വഴിവിട്ട് കൊടുക്കണം, അങ്ങനെ ആംബുലൻസിന് വഴിവിട്ട് കൊടുത്ത് നല്ല നേതാവായി നിൽക്കണം. അതൊരു സർക്കാസ്റ്റിക് രീതിയിലാണ് ഉദയനിധി സ്റ്റാലിൻ അത് പറയുന്നത്. അതിന് പിന്നാലെയാണ് EPS അത് കടന്നാക്രമണം നടത്തിയത്. അതായത് MK സ്റ്റാലിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്, അദ്ദേഹത്തിന് കൈവിരലുകൾ വിറയ്ക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ എൻ്റെ കൈവിരലുകൾക്ക് കുഴപ്പമൊന്നുമില്ല, താൻ കൈ ഉയർത്തി കഴിഞ്ഞാൽ വിരലുകൾ വിറയ്ക്കില്ല, അത് ആർക്കാണ് അങ്ങനെ വിറയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് EPS പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് പിന്നാലെ ഉദയനിധി വീണ്ടും EPSനെ പരിഹസിച്ചു. അതായത് EPSന്റെ മുട്ടുകൾക്ക് നല്ല ബലമാണ്, അദ്ദേഹം പണ്ട് ശശികലയ്ക്ക് മുന്നിൽ കാലു പിടിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശം നടത്തി. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ EPS ആയിക്കോട്ടെ, രണ്ടുപേരും നടത്തുന്ന പരാമർശങ്ങൾ തീർത്തും അത് രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായി നീളുമ്പോൾ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ പല കോണുകളിൽ നിന്നും രണ്ട് നേതാക്കൾക്കെതിരെ വിമർശനം വരുന്നുണ്ട്. പക്ഷേ നേതാക്കൾ രണ്ടുപേരും നിർത്തുന്ന മട്ടില്ല. അല്പസമയം മുൻപും ഉദയനിധി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുന്ന നേതാവ് തന്നെയാണ് ഏറ്റവും നല്ല നേതാവ്, എന്തിനാണ് ഇങ്ങനെ ആംബുലൻസുകൾ തടഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രകടനം നടത്തുന്നത് അടക്കമുള്ള വിമർശനങ്ങളിലേക്ക് ഉദയനിധി വീണ്ടും കടന്നിട്ടുണ്ട്. വൈകിട്ടോടെ EPS അതിന് മറുപടി പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അതിങ്ങനെ കൊണ്ടും കൊടുത്തും പോകുന്നത് അത്ര നല്ല രീതിയിലല്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്ന ഒരു വിമർശനം, അഭിപ്രായമൊക്കെയും. ഹാഷ്മി, ഓക്കെ, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത്തരത്തിൽ കൊണ്ടും കൊടുത്തും എന്നുള്ളത് നമ്മുടെ ഒരുപക്ഷെ ഇവിടുത്തെ പോലെ അങ്ങനെ സൗഹൃദ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുള്ള മണ്ണല്ല തമിഴ്നാട്. നേതാക്കൾ രോഷമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈരമെന്ന് പറഞ്ഞാൽ വൈരം തന്നെയാണത്. അത് നേരത്തെയും നമ്മൾ കണ്ടു. ജയലളിത കരുണാനിധിയുടെ ജയിൽവാസം ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാത്രി വന്ന് കരുണാനിധി പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാണ്. പക, അങ്ങ് എക്സ്ട്രീം പകയുടെ രാഷ്ട്രീയം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ വേണം ആ വാക്പോരുകളെയും കാണാൻ. ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.